BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പറവൂർ ടൗണിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. തെക്കേ നാലുവഴിയിലെ വൈറ്റ് സിറ്റി, പെരുവാറത്തെ KL42 കിച്ചൻ, KMK കവലയിലെ നഹാദ് ബെക്സ് റെസ്റ്റോറൻറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പഴകിയ ചിക്കൻ, റൈസ്, ബീഫ് തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. പള്ളിത്താഴത്തെ നാടൻ ഫുഡ് എന്ന ഹോട്ടൽ വൃത്തിഹീന അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതായും ചേതമംഗലം കവലയിലെ പുട്ടുകട മലിനജലം ഓടയിലേക്ക് തള്ളുന്നതായും നിരോധിത പ്ലാസ്റ്റിക് ഉപയോഗിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി. 5 ഹോട്ടലുകൾക്കായി 1,25,000 രൂപ പിഴയിട്ടു. പിടിച്ചെടുത്തവ നഗരസഭാ ഓഫീസിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ഡോൺ ബോസ്കോ ആശുപത്രിക്ക് സമീപത്തെ ഒരു ഹോട്ടലിൽ നിന്ന് പിടികൂടിയ പഴകിയ ഭക്ഷണം ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗം സൂപ്പർവൈസർ PV ജിജുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പഴകിയ ഭക്ഷണം പിടികൂടുന്ന സംഭവത്തിൽ നഗരസഭ അലംഭാവം കാണിക്കുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. ഇതിനെ തുടർന്ന് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ നടപടി ഉണ്ടായത്. കീഴ്മാട് ഹെൽത്തി കേരളയുടെ ഭാഗമായി കീഴ്മാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. 24 സ്ഥാപനങ്ങൾ പരിശോധിച്ചതിൽ ഒരു ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു. വിവിധ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അമ്പാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് പൂട്ടിച്ചത്. സ്ഥാപനത്തിന്റെ ലൈസൻസോ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡുകളോ കുടിവെള്ള പരിശോധനാ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വൃത്തിഹീന സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മലിനജലം തുറസ്സായി ഒഴുകിയതിനെതിരെ കഴിഞ്ഞയാഴ്ച നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചിരുന്നില്ല. അശോകപുരം അണ്ടി കമ്പനിക്ക് സമീപം പ്രവർത്തിക്കുന്ന മത്സ്യവില്പന കേന്ദ്രം, കീഴ്മാട് കവലയിലെ ഹോട്ടൽ, ചപ്പാത്തിക്കട എന്നിവയ്ക്ക് ശുചിത്വ പോരായ്മയെ തുടർന്നാണ് നോട്ടീസ് നൽകിയത്. കീഴ്മാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ MA സിറാജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ SS രേഖ, MB സബ്ന, MM സക്കീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്വകാര്യ കമ്പനിയിൽ പുലർച്ചെയുണ്ടായ പൊട്ടിത്തെറി സമീപവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. കളമശ്ശേരി കാൽബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിയിൽ നിന്നാണ് ബുധനാഴ്ച പുലർച്ചെ 4ഓടെ മൂട്ടൂർ വട്ടേക്കുന്ന പ്രദേശത്തെ നടുക്കിയ സ്ഫോടന ശബ്ദമുയർന്നത്. കമ്പനിക്കകത്തെ ഫർണസ് ലോഹം ഉരുകുന്നതിലേക്ക് തണുത്ത വെള്ളം വീണതിൽ നിന്ന് ഉയർന്ന ശബ്ദമാണിതെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്. സംഭവത്തിൽ മുട്ടാർ മാനുവേലിൽ നിസാറിന്റെ വീടിന്റെ മേൽക്കൂരയിലെ ഓടിളകി വീഴുകയും ഭിത്തി പൊട്ടുകയും ചെയ്തു. കെട്ടിടത്തോട് ചേർത്ത് നിർമ്മിച്ച ശുചിമുറിക്കും വിള്ളലുണ്ടായി. സമീപത്തെ നിരവധി വീടുകളുടെ ഭിത്തികളിൽ ഇത്തരത്തിൽ വിള്ളലുണ്ടായതായി വാർഡ് കൗൺസിലർ പ്രശാന്ത് പറഞ്ഞു. സംഭവം അന്വേഷിച്ച് പരാതികൾക്ക് പരിഹാരം കാണുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. പുലർച്ചെ കേട്ട ഭയാനക ശബ്ദത്തിൽ സമീപവാസികൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ചിലർ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പ്രായമായവരെയും കുട്ടികളെയും കൊണ്ട് വീടിന് പുറത്തേക്ക് ഓടി. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലുണ്ടായ ഭൂചലനത്തിന്റെ ആവർത്തനമാണോ എന്ന ഭയപ്പാടിലാണ് പലരും പുറത്തേക്ക് ഓടിയത്. കമ്പനിക്കകത്ത് നിന്നാണെന്ന് മനസ്സിലായതോടെ പലരും കമ്പനിക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചു. കമ്പനി അധികൃതർ നഷ്ടപരിഹാരം ഉറപ്പു നൽകിയതിനാൽ ആരും സംഭവം ആദ്യം പുറത്തു പറഞ്ഞിരുന്നില്ല. വൈകിട്ടാണ് പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 1 കിലോ MDMAയുമായി യുവതി അറസ്റ്റിലായ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. കൊച്ചി സ്വദേശി സഫീറാണ് ആലുവ പോലീസിന്റെ വലയിലായത്. ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശിനി സർമീൻ അക്തറിനെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. യുവതിയെ കൂട്ടാനായി റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന സഫീറിനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരാൾ കൂടി സംഘത്തിലുണ്ടായിരുന്നുവെന്നും ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ലഹരി എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട സർമീൻ സഫീറും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ ഇരുവരുടെയും ഫോണുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന. വിപണിയിൽ 50 ലക്ഷത്തിലേറെ രൂപ വില വരുന്ന ലഹരിയാണ് യുവതിയുടെ കൈവശം ഉണ്ടായിരുന്നത്. ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഡൽഹിയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. ഡൽഹിയിൽ നിന്ന് MDMA കൊണ്ടുവന്നത് ഇവിടെ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് ഇവരുടെ പതിവെന്നും പോലീസ് പറഞ്ഞു. കൊച്ചിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രി ക്യാൻറ്റീൻ അടച്ചുപൂട്ടി. മഞ്ഞുമൽ സെന്റ് ജോസഫ് ആശുപത്രിയിലാണ് ഡോക്ടർമാർക്കുൾപ്പെടെ ഭക്ഷ്യവിഷബാധയുണ്ടായത്. ഏലൂർ നഗരസഭ ആരോഗ്യ വിഭാഗമാണ് നടപടിയെടുത്തത്. ക്യാൻറ്റീനിൽ നിന്ന് ചൊവ്വാഴ്ച ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഭക്ഷ്യവിഷബാധയേറ്റവർ ഇടപ്പള്ളി MAG ആശുപത്രിയിൽ ചികിത്സ തേടിയത്.
സൾഫൈഡിന്റെയും അമോണിയത്തിന്റെയും അമിതളവാണ് പെരിയാറിൽ മീനുകൾ ചത്തൊടുങ്ങാൻ കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഫോസാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അടുത്തിടെ പെരിയാർ മലിനമായി 1 മണിക്കൂറിനുള്ളിൽ മീനുകൾ ചത്തുപൊങ്ങിയിരുന്നു. അതിവേഗമാണ് രാസവസ്തുക്കൾ പെരിയാറിൽ കലർന്നതെന്നും ഇത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചുവെന്നാണ് കണ്ടെത്തൽ. AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും കുഫോസ് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. രാസമാലിന്യങ്ങൾക്കൊപ്പം പെരിയാറിൽ ജൈവമാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. സമീപത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പെരിയാറിലേക്ക് കാനകളിലൂടെ മാലിന്യം തള്ളുന്നതായും സൂചനയുണ്ട്. ജനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും മാലിന്യം തള്ളുന്നതിൽ ഒട്ടും പിന്നിലല്ല. അടിഞ്ഞുകൂടുന്ന ജൈവമാലിന്യങ്ങൾ പെരിയാറിലെ വെള്ളത്തിന്റെ ഘടന തന്നെ മാറ്റുന്നു. അറവുശാല മാലിന്യവും ആശുപത്രി മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവുമെല്ലാം ഇവിടേക്ക് തള്ളുന്നു. പെരിയാറിലെ വെള്ളത്തിൽ രാസമാലിന്യം പോലെ തന്നെ അപകടകരമായ അളവിലാണ് കീടനാശിനിയും. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും നാഷണൽ എൻവയോൺമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തിയ പഠനങ്ങളിലാണ് പെരിയാറിൽ ഉയർന്ന അളവിൽ കീടനാശിനി കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കെമിക്കൽ ഓഷ്യനോഗ്രഫി ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ എൻവയോൺമെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പല ഘട്ടങ്ങളിലായി നടത്തിയ പഠനങ്ങളിലായിരുന്നു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. റെയിൽവേ സ്റ്റേഷൻ മെട്രോ ടെർമിനൽ സ്റ്റേഷൻ പരിസരത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനും സദേൺ റെയിൽവേയും ഇടപെടണമെന്ന് മുനിസിപ്പൽ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. നികത്തിയ തോടുകളും നീർച്ചാലുകളും പുനഃസ്ഥാപിക്കുക, വെള്ളക്കെട്ട് പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വാസയോഗ്യമായ വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് KMRL സദേൺ റെയിൽവേയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മുനിസിപ്പൽ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നഗരസഭയിലെ 17, 19, 20 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് നേരിടുകയാണ്. പ്രശ്നപരിഹാരത്തിനായി 20 രാവിലെ 10 മുതൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷന് മുന്നിലും 21 രാവിലെ 10 മുതൽ കൊച്ചി മെട്രോ ആസ്ഥാനത്തിന് മുന്നിലും നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ബഹുജനങ്ങളും അണിനിരക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷ് പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.